നമ്മൾ മിക്കവരും രാവിലെ തന്നെ നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന് എന്താണ് കറി ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഉണ്ടാക്കിയ മടുത്ത കറികളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനിന്നൊരു പുതിയ കറിയായിട്ടാണ് വന്നിരിക്കുന്നത്. വെളുത്തുള്ളിയും നമ്മുടെ സവാളയൊക്കെ ചേർത്തിട്ട് നല്ലൊരു കിടിലൻ കറിയാണ്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, വലിയ പണിയൊന്നുമില്ല. അതേപോലെ തന്നെ നമുക്ക് 2-3 ദിവസമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. നമുക്കിത് പല രീതിയിലും നമുക്കിത് കഴിക്കാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും സത്തൻ മെനുവിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കൂടുതൽ ബെല്ലൈക്കൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. അപ്പോൾ അതായത് ഒരു മീഡിയം സൈസുള്ള സവാള ഞാനിതുപോലെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഉള്ളി എടുക്കുവാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. സവാളേനേക്കാളും ടേസ്റ്റ് ചെറിയ ഉള്ളി ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ പകുതിയായിട്ട് സവാളയും ചെറിയ ഉള്ളിയായിട്ട് ചേർത്തെടുക്കാം. അതേപോലെ തന്നെ ഒരു ചെറിയ തക്കാളി ഞാനിതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലെമൺ സൈസ് പുളി ഞാനിതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ ജ്യൂസ് വേണം. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നിങ്ങൾ ഓൾറെഡി തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇതുപോലുള്ള 2 വെളുത്തുള്ളി മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളിക്ക് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, എത്ര വേണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം. ഇപ്പോൾ 1 എടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ 1ൻ്റെ പകുതി, അതായത് 1.5 എടുക്കാം. അപ്പം അങ്ങനെ വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ 2 എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ 3 മുഴുവൻ വെളുത്തുള്ളി കൂടി എടുക്കാം. അപ്പോൾ ഇത് തോലി കളഞ്ഞ് വെച്ചിരിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ ചൂടാക്കുക. ചൂടായ പാനിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് കുറച്ച് അധികം എണ്ണ ഒഴിക്കുന്നത് നല്ലതാണ്, കെട്ടുപോകാതിരിക്കും. അതുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ഉലുവ ചേർത്ത് കൊടുക്കുവാണ്. ഉലുവ അധികം ആകരുത്, കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഈ ഒരു അളവ് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇതാണ് മാക്സിമം, ഇതിന് മുകളിലായിട്ട് ചേർക്കാതിരിക്കുക. ഇതിലേക്ക് ഞാൻ ഒരു കതിര് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും സവാളയും ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ട് കൊത്തി അരിയുന്നതാണ് ടേസ്റ്റ്, നീളത്തിൽ അരിയാൻ നിൽക്കരുത്. ഇതുപോലെ അരിഞ്ഞെടുക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി കൂടി ചേർത്തിട്ട് രണ്ടും നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പം ഞാനിതാ വെളുത്തുള്ളി കൂടെ ചേർക്കുവാണ്. നമ്മൾ സാധാരണ സവോളയൊക്കെ വഴറ്റുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ടല്ലേ. ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം ഈ വെളുത്തുള്ളി കൂടി നമുക്ക് നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വരണം. ബ്രൗൺ കളറെന്നല്ല, നന്നായിട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അപ്പോൾ അതുകൊണ്ട് ഞാനത് പെട്ടെന്ന് വഴറ്റിയെടുക്കാനൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേഗം സമയമില്ല എന്നുണ്ടെങ്കിൽ ആദ്യം വെളുത്തുള്ളി ഇട്ടിട്ട് നല്ല ബ്രൗൺ കളർ ആയതിന് ശേഷം സവോള ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പ് ചേർത്തിട്ട് പെട്ടെന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വെളുത്തുള്ളി സമയം എടുക്കും. അതുകൊണ്ട് ഞാനിത് രണ്ടും ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇതാ നോക്കിക്കേ, നമ്മുടെ സവാളയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ബ്രൗൺ കളർ ആയിട്ടുണ്ട്. എന്തോ ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല കളറ്. അപ്പോൾ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് രണ്ടും. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ എന്താണ് ചേർക്കേണ്ടത്? അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്ന മുളക് പൊടിക്ക് നല്ല എരിവാണ്, അതുകൊണ്ടാണ് ഞാൻ പച്ചമുളകൊന്നും ചേർക്കാത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്തിട്ട് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇത് ഉടയുന്നത് വരെ ഇതൊന്ന് വഴറ്റണം. നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു എണ്ണയിൽ തന്നെ കിടന്നിട്ട് ഇതെല്ലാം വെന്തോളും. അപ്പോൾ തക്കാളി നന്നായി ഉടയുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് അധികം പുളിയില്ലാത്ത തക്കാളിയാണ്. അപ്പോൾ നിങ്ങൾ ചേർക്കുന്നത് നല്ല പുളിയുള്ള തക്കാളിയാണെങ്കിൽ എടുത്തിരിക്കുന്ന പുളിയുടെ അളവ് കുറച്ച് കുറയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനധികം പുളിയില്ലാത്ത തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നോക്കിക്കേ, തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്, നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്, ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ തക്കാളി അതുപോലെ അങ്ങനെ കിടക്കാതിരിക്കുക, ശ്രദ്ധിക്കുക. നന്നായിട്ട് ഉടച്ച് കൊടുക്കുക കേട്ടോ, തവി വെച്ചിട്ട്. അപ്പോൾ തക്കാളിയുടെയൊക്കെ പച്ചമണം മാറുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇപ്പോൾ ഇനി ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഞാനിവിടെ ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾ
മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പേ ഞാൻ അതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ സവോള വഴറ്റുന്ന സമയത്തും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ ഈ സമയത്ത് ചേർക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മുളക് പൊടിക്ക് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാനിവിടെ ഒരു 1/2 സ്പൂണ് മുളക് പൊടി മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൽ നമ്മൾ തക്കാളി ചേർത്തിട്ടുണ്ട്, പുളി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് പുളി ടേസ്റ്റ് അധികമായിരിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് എരിവ് ചേർക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് നല്ല എരിവില്ലാത്ത മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കറിക്ക് പുളി ടേസ്റ്റ് അങ്ങ് മുന്നിട്ട് നിൽക്കും, അങ്ങനെ പാടില്ല. അപ്പോൾ എരിവ് വേണം, അപ്പോഴേ അത് ബാലൻസ് ആവുള്ളൂ. അപ്പോൾ പൊടികൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഒഴിച്ചിരിക്കുന്ന പുളിവെള്ളമാണ്. അപ്പോൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ പുളിവെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എരിവിന് നമ്മൾ ഇനി പെപ്പർ കൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മൾ കുരുമുളക് പൊടി ചേർക്കണം. അപ്പോൾ സാധാരണ ഇതിൽ കുരുമുളക് പൊടിയൊന്നും ചേർക്കാറില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു തൊണ്ടവേദന ഉള്ളവർക്കൊക്കെ പെപ്പർ ചേർത്ത് നമ്മളിത് കഴിക്കുവാണെങ്കിൽ കുറച്ചൊരു ആശ്വാസം കിട്ടും. അപ്പോൾ അത് നമ്മളുടെ പുളിവെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളപ്പിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ തിളപ്പിച്ചോളൂ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻറ്റ് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. കാരണം നല്ല എരിവുള്ള കുരുമുളക് പൊടിയാണ് എൻ്റേത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു അളവിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കുരുമുളക് പൊടിയുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് തിളപ്പിക്കണം. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു കനത്തിലുള്ള ഒരു വെള്ളം, അതായത് ശർക്കര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 2-3 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിക്കണം. ആ ഒരു കുരുമുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ തിളപ്പിക്കുക. കാരണം ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ കുറച്ചധികം വെള്ളം ആഡ് ചെയ്തിട്ട് സാധാരണ നമ്മൾ ഒഴിച്ച് കറിയായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് കറിയായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു കുഴപ്പമില്ല, ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതാ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ വെളുത്തുള്ളിയുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇതുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് താഴെ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.